പണ്ടാരക്കാരൻ ഇവൻ എടുക്കുന്നില്ലല്ലോ. ബെല്ലടിക്കുന്നുണ്ട്. ഒന്ന് മാറിക്കുക കാരണം ചാകാറായല്ലോ. ഹലോ ഹലോ, എന്താ നീ ഫോൺ എടുക്കാത്ത? ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാ. മതി മതി മതി, 2:30 തുടങ്ങേണ്ടതാ. ഇപ്പൊ മണി 3 കഴിഞ്ഞു. ഇവിടെ 3 മണിയായി. 3 മണിക്കുള്ള ഷോ 3:30 ആയെന്നോർത്തപ്പോ ആകാശം ഒന്നും ഇടിഞ്ഞു വീടില്ലല്ലോ. സിനിമാ തിയേറ്റർ അല്ലേ, ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ. ഈ സിനിമാ താരങ്ങളൊന്നും ഫിലിമിൽ നിന്ന് ഇറങ്ങി ഓടുവൊന്നുമില്ലല്ലോ. ഈ ചേച്ചി പറയുന്ന ഓ, ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ, സിനിമാ തിയേറ്റർ അല്ലേന്ന്. പിന്നെ വലിയൊരു നാക്കുള്ളതുകൊണ്ട് ജീവിച്ചു പോയിക്കോളും. എന്ത് പറഞ്ഞു മോളെ? വന്നോണ്ടിരിക്കാന്ന്, ഉടനെ എത്തും. ഓ, സമാധാനായി. ഒരയൽവാസി എന്ന നിലയിൽ എനിക്ക് ആദ്യത്തെ ഷോ തന്നെ കണ്ടില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. കുറെ കാലമായിട്ടുള്ള ശീലല്ലേ. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വരാം. മോളെ, എന്റെ സീറ്റ് ചില സീറ്റ് അറിയാലോ, ഒഴിച്ചങ്ങിട്ടേക്കണേ. അത് ഞാൻ ഏറ്റു. ടിക്കറ്റ് വെക്കാനുള്ള ഏർപ്പാടുണ്ടാക്ക്. ആൾക്കാരൊക്കെ നിൽക്കുക. ഞാൻ പിള്ളേരെ വിളിച്ചോണ്ടേ. ഓ എന്റെ ദൈവമേ, ഒരു ടാക്സി നടത്താൻ പെടുന്ന പാട്. റെക്കോർഡിട്ടല്ല, കാണിച്ചു തരാ. ഈ മഹാരാജ ടാക്സി കയറി പണം കാണേണ്ട വല്ല കാര്യമുണ്ടാ? ഇവിടെ നിന്ന് 4 ദോശയും 2 ഓംലെറ്റും കഴിക്കുന്ന ഈ ആരോഗ്യത്തിന് നല്ലതല്ലേ? അല്ലാതെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് മൂട്ടകടിയും കൊതുകടിയും കൊള്ളേണ്ട വല്ല കാര്യമുണ്ടാ? പോരാത്തനി എലി ശല്യം വേറെ. എലിയുടെ കടി കൊണ്ട് എത്ര പേരെ ഇടങ്ങേറായെന്നറിയാമോ? നമ്മുടെ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഡോക്ടർമാരുമില്ല, മരുന്നുമില്ല, ഒരു പുണ്ണാക്കുമില്ല. വടിയാകാൻ വേറെ വല്ല മാർഗം വേണോ? നമ്മുടെ ഭാരതം പറഞ്ഞാലും കാര്യമില്ലായില്ല. അങ്ങനെ പറ. അതുകൊണ്ട് നാട്ടുകാരായ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്തിട്ടാണെങ്കിലും ഈ ടാക്കീസ് പൂട്ടിക്കണം. ചേട്ടാ, 100 രൂപയ്ക്ക് ചേഞ്ച് തരുമോ? എന്തിനാ? ബൈക്ക് പാർക്ക് ചെയ്യാനാ. പടം കാണാൻ വന്നതാണല്ലേ? അതെ. നിങ്ങളെ കണ്ടപ്പോ 6 മാസം മുമ്പ് നടന്നൊരു സംഭവം ഞാൻ ഓർത്തുപോയി. അന്ന് ഇതേപോലെ മാറ്റിനിക്ക് ഇതേ പ്രായത്തിലുള്ള 2 പിള്ളേര് ചില്ലറക്കായി ഇവിടെ വന്നു. മാറ്റിന് തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ തിയേറ്ററിനകത്തുനിന്നും ഭയങ്കര ഒരു ഒച്ചയും ബഹളം കേട്ടു. ഞാൻ ഓടിച്ചു നോക്കിയപ്പോ 2 ശവശരീരങ്ങളായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ചില്ലറ വാങ്ങിപ്പോയ ആ 2 ചെറുപ്പക്കാരുടെ വിറങ്ങലിച്ച ശവശരീരങ്ങളായിരുന്നു. എന്തുപറ്റി? കടിച്ചു. ആര്? വെമ്പാലമൂർഖൻ. എന്നിട്ട് വിനോദയാത്ര സിനിമ കാണാൻ വന്ന പിള്ളേരെ വിലാപയാത്ര കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി. നിങ്ങളെയൊക്കെ വിഷമുള്ള പമ്പ് ഈ ടാക്കീസിൽ എന്തായാലും ഉണ്ടാവില്ല. എന്നാ പിടിച്ചേ, ചില്ലറയില്ല. പോ, ചെല്ല്, പോടാ. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞപ്പോ വന്നേക്കണ്. ഒരു വിധത്തിൽ നിന്നു. വാ വാ, ഇന്ന് ഷോ നടക്കുന്ന എനിക്കൊന്ന് കാണണം. സ്വാമിയേ ശരണമയ്യപ്പ. ഇങ്ങോട്ട് നോക്കണ ഡാഡി, നീ ആർക്കിട്ടാണ് ശരണം വിളിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എനിക്കിട്ടെങ്ങാനും നീ ശരണം വിളിച്ച നിന്റെ മുതലാളിയുടെ കാലും കഴിയുമ്പോ ഞാൻ ഓടത്തുള്ളൂ. എടാ കോപ്പറേറ്ററെ, ഈ ചന്തയുടെ കൈകൊണ്ട് നിന്നോട് മറുപടി പറയാൻ അറിയാൻ പാടില്ല. നീ പറയടാ. നീ അധികം നാളിവിടെ പണിയെടുക്കില്ല. ഇതിനകത്ത് തൂങ്ങി ചത്തിട്ടാണെങ്കിൽ ഈ ടാക്കീസ് ഞാൻ പൂട്ടിക്കും. ടാക്കീസ് പൂട്ടില്ലടാ, പക്ഷെ നിന്റെ ഈ പേട്ട് തട്ടുകട പൂട്ടും. പോവാടാ. എന്താന്നറിയോ, മാറ്റി തുടങ്ങാൻ സമയം നമുക്ക് ഇന്റർവെല്ലിൽ കാണാടാ. മിക്കവാറും ഇവന്റെ കൈ ഞാൻ തല്ലി ഒടിക്കും. പിന്നെ ഇവൻ എങ്ങനെ സിനിമ കറക്കുന്ന എനിക്കൊന്ന് കാണണം. ചേട്ടാ, കുറച്ച് സാമ്പാർ വരുമോ? 6:55 തുടങ്ങിയതാണല്ലോ സാമ്പാർ വിഴുങ്ങാനായിട്ട്. ദോശ ബാക്കി ഇരിക്കില്ലേ, പിന്നെ എങ്ങനെ കഴിക്കുന്നത്? 2 ദോശ മേടിക്കും, 2 ലിറ്റർ സിനിമ എങ്ങനെയുണ്ട്? ഉഷേ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. രമയുടെ കല്യാണം അറച്ചല്ലോ, അടുത്ത ചിങ്ങത്തിലാ. ഓണത്തിന് എല്ലാരെയും കൂട്ടി വരണം. തീർച്ചയായിട്ടും. നല്ല പടാ. ആണോ? ഭഗവാനേ, ഇവിടെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ മരിച്ച എന്റെ അച്ഛന് പരലോകത്ത് ഇഷ്ടം പോലെ മദ്യം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അച്ഛാ, ഒരു പഴം ഞാൻ എടുത്തോട്ടെ. ഇരിപ്പ് കണ്ടാ അറിയാൻ സമ്മതിച്ചു. എല്ലാരുടെയും കണ്ണുവെട്ടിച്ചിഞ്ഞ് പോരുന്നോ? സമയം 3:10. ആൾക്കാർ ബഹളം വെക്കുന്ന കേൾക്കുന്നുണ്ടോ? വായുള്ളവര് കൂകും, ചെവിയുള്ളവരത് കേൾക്കും. അതിനെനിക്കെന്താ, ഒച്ച അടയ്ക്കുമ്പോ നിർത്തിക്കോളുന്നേ. പകതിരിവില്ലാത്തവൻ. എടാ, നിന്നോടാ തുടച്ചത് മതിയടാ. നിങ്ങൾക്കറിയാവല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും മാറ്റിനിക്ക് മുമ്പ് അച്ഛന് മദ്യം കൊണ്ട് ദാഹം വെക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന്. അത് ഇനിയെങ്കിലും വർഷത്തിലൊരിക്കൽ ആക്കിക്കൂടെ? പോരാ. ആയസെത്താതെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ ഒരു പ്രൊജക്ടർ ഓപ്പറേറ്റർ ആയിരുന്നു എന്റെ അച്ഛൻ. തൂക്കിയിട്ടിരിക്കുന്ന ദാമോദരൻ. അച്ഛാ, ഈ മഹാനായ മനുഷ്യൻ രോഗശയ്യെ കിടക്കുമ്പോ മോനായ എന്നോട് ഒരേ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചോളൂ. അതെന്താന്നറിയോ?
അവസാനമായി ഒരു പെഗ് റം വെള്ളം തൊടാതെ വേണം മോനെന്ന് ഞാൻ സൈക്കിൾ എടുത്ത് പാഞ്ഞു ലിക്കർ ഷോപ്പിലേക്ക്. കഷ്ടകാലത്തിന് നിന്ന് ഗാന്ധി ജയന്തിയായി പോയി. ഒറ്റ ലിക്കർ ഷോപ്പ് പോലും തുറന്നിട്ടില്ല. അങ്ങനെ മദ്യം കഴിക്കാതെ വിട പറഞ്ഞ ഒരു യുഗപുരുഷന്റെ മകനായി എനിക്ക് ആ അച്ഛനോടുള്ള കടമ നിറവേറ്റണ്ടേ സിസ്റ്റേഴ്സ്? ആ കടമ ഇപ്പൊ തൽക്കാലം നിറവേറ്റിയില്ലേ സ്വാമിനാഥ? ഇനി അടുത്ത വെള്ളിയാഴ്ചയുള്ളൂ. എന്നാ ഷോ തുടങ്ങാമല്ലോ. പിന്നെന്താ? ഏത് കോപ്പനാണെങ്കിലും ഇന്ന് ഞാൻ കാണിച്ചു തരാം. ചേച്ചി ഇങ്ങോട്ട് വാ. ഇങ്ങനെയാണോ കൂവുന്നേ? ഒറ്റയരത്തിനും കൂവാൻ അറിയില്ല. അതേ ചേച്ചി, രണ്ടെണ്ണം പോയോ? പടം തെളിഞ്ഞ്. എടി വിമലെ, എന്നോടാണ് കളി. കറണ്ട് ഇല്ലാതെ എങ്ങനെ ഷോ കളിക്കൂന്ന് എനിക്കൊന്ന് കാണണം. അപ്പൊ ഇത് ഒരു പീസ് ഇവിടെ കിടന്ന് കളഞ്ഞിട്ടേ അത് ഇവിടത്തെ ആണെങ്കിൽ കുത്താലോ എന്ന് കരുതി വന്നതാ. നിന്റെ അണ്ണാക്കിലോട്ട് അങ്ങ് കുത്തിയാ മതി. അണ്ണാക്കി സൂട്ടാവൂല്ല. വെള്ളവൻ ആ മുതലാളി വരണം. ഒടുക്കത്തെ കളക്ഷൻ അല്ലേ മുതലാളി? ഇങ്ങനെ പോയ മിക്കവാറും അവളുമാരി ടാക്കീസ് പൊളിച്ച് മുതലാളിയുടെ പ്ലാൻ പോലെ നല്ല ഒന്നാന്തര AC DTS തിയേറ്റർ ആയിട്ട് പണിയടാ. DTS അല്ല, അവളുമാർ അതിനേക്കാളും വലുത് പണിയും. ഈ തിയേറ്റർ പൂട്ടിക്കാൻ നിനക്കൊരു ചായക്കട ഇട്ടുന്നുണ്ട്. നാളെ എത്രയാടാ? മുതലാളി അങ്ങനെ പെട്ടെന്ന് പൂട്ടിക്കാൻ പറ്റുമോ? പിന്നെ മുതലാളി, മലപ്പുറത്തൊരു മഹാമാന്ത്രികനുണ്ട്. കുറച്ച് കാശ് ചെലവുണ്ട്. അതായത് കോഴിമുട്ടയിൽ കൂടോത്രം ചെയ്ത് ആവാഹിച്ച് അവളുമാരുടെ പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടാല് 7 ദിവസം കഴിയുമ്പോ മുട്ട വിരിഞ്ഞ് കുഞ്ഞാവും അല്ലേ? എന്താ ഈ പച്ചക്കറിയൊക്കെ ആയിട്ട്? അതവിടെ ഇരിക്കട്ടെ. ഇരിക്കട്ടെ. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? മുതലാളി കണ്ടോ, ഒരു ദിവസം ഞാൻ ഈ ടാക്കീസിൽ കയറും, എന്നിട്ട് ഫിലിം ഓടിക്കുന്ന പ്രൊജക്ടർ അടിച്ച് മാറ്റും. അതെന്താടാ ഒരു ദിവസം ആക്കുന്നത്? ഇന്നായിക്കൂടെ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? ഇന്ന് പ്രൊജക്ടർ അടിച്ച് മാറ്റാൻ പറ്റിയ ദിവസം അല്ല. മുതലാളി, കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആദ്യം പറഞ്ഞ കാര്യം ചെയ്യേ, എന്നിട്ട് സാധനമൊക്കെ വാങ്ങിച്ചു തരാം. ഇങ്ങനെയാണെങ്കിൽ ടാക്കീസ് കോപ്പ് പൂട്ടും.